രാജ്യസഭയിൽ ഭരണഘടന സംബന്ധിച്ച 2 ദിവസത്തെ ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിയാണ് നിർമ്മലാ സീതാരാമൻ സഭയിൽ സംസാരിച്ചത്. And prepared in a very challenging environment the constitution for India, and which has stood the test of time. Until today, we are extremely proud of the way India's democracy is growing. As we mark the 75th year of our constitution, sir, it is time, I would think, to reaffirm our commitment to build India, that is Bharat, that shall uphold the spirit enshrined in this sacred document. ബൽറാം നെടുങ്ങാടി ഒരു ചേർന്ന്. ബൽറാം, 42ാം ഭേദഗതി അതിനെ ഇന്ദിരാഗാന്ധി തന്നെ പിന്നീട് എതിർത്ത് വോട്ട് കാര്യം ഒക്കെ ചരിത്രം വീണ്ടും റീവിസിറ്റ് ചെയ്യപ്പെടുകയാണോ സഭകളിൽ? ബൽറാം, ഇന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല അല്ലേ? ഹാഷ്മി, ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് രാജ്യസഭയിൽ തുടക്കമായിരിക്കുന്നു. നേരത്തെ JP നദ്ദ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാമെന്നായിരുന്നു ഭരണപക്ഷം തീരുമാനിച്ചതെങ്കിൽ അവസാന നിമിഷം നിർമ്മലാ സീതാരാമൻ സംസാരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യസഭയിലില്ല. അദ്ദേഹം ആയിരിക്കില്ല രാജ്യസഭയിൽ ഈ ചർച്ചകൾക്ക് മറുപടി പറയുക എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന സൂചന. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് നാളെ മറുപടി പറയുക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചതിന് സമാനമായി തന്നെ നെഹ്റു കുടുംബത്തെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക തന്നെയാണ് നിർമ്മലാ സീതാരാമനും തന്റെ പ്രസംഗത്തിൽ. ഈ ഭരണഘടന മുഖ്യ ആയുധമാക്കി സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസിനെ, പ്രതിപക്ഷത്തെ, അതേ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ നടപ്പാക്കിയത് കോൺഗ്രസ് തന്നെയാണ് എന്ന വിമർശനമാണ് നിർമ്മലാ സീതാരാമനും ഉന്നയിക്കുന്നത്. തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ജവഹർലാൽ നെഹ്റുവിന്റെ ഇടക്കാല സർക്കാർ 1951 മുതൽ ശ്രമിച്ചിരുന്നു എന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ തന്റെ പ്രസംഗത്തിൽ നിരത്തുകയാണ് ഉണ്ടായത്. മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന തരത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് മാസിക ക്രോസ് റോഡ്സിനും RSSന്റെ ഓർഗനൈസറിനും അനുകൂലമായ സുപ്രീം കോടതിയെ വിധിയെ നിലനിൽക്കെയാണ് അത് മറികടന്നുകൊണ്ടുള്ള ഭേദഗതികൾ നടപ്പാക്കിയത്. അതുമുതൽ 42ാം ഭേദഗതി നടപ്പാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മലാ സീതാരാമൻ ഉന്നയിച്ചു. ആ ഘട്ടത്തിൽ എന്നാൽ ജയറാം രമേശ് അതിനെ എതിർത്ത് രംഗത്തെത്തുകയായിരുന്നു. ഈ ഭേദഗതിക്കെതിരെ പിന്നീട് ഇന്ദിരാഗാന്ധി തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ 1978-ൽ 42ാം ഭേദഗതിയെ 44ാം ഭേദഗതിയിലൂടെ വീണ്ടും ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നില്ല പ്രധാനമന്ത്രി എന്നും മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി എന്നും JP നദ്ദ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ചരിത്രത്തിലെ ഭരണഘടനാ ഭേദഗതികൾ ഉള്ള സന്ദർഭങ്ങൾ ഓരോന്നും എടുത്തു കാണിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് രാജ്യസഭയിൽ പുരോഗമിക്കുന്നത്. നെഹ്റു കുടുംബത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണ് നിർമ്മലാ സീതാരാമനും തന്റെ പ്രസംഗത്തിൽ സംസാരിക്കുന്നത്. ജഡ്ജിമാർ പോലും തങ്ങൾക്ക് വിധേയമാകണം എന്നായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ ആഗ്രഹിച്ചത്. തങ്ങൾക്ക് എതിരെ വിധി എഴുതുന്ന ജഡ്ജിമാരെ ശിക്ഷിക്കാനും അനുകൂല വിധി എഴുതുന്ന ജഡ്ജിമാർക്ക് പ്രൊമോഷൻ നൽകുന്നതുമായ നടപടികൾ കോൺഗ്രസ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതടക്കം പരാമർശിക്കുകയാണ് നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിൽ. 2 ദിവസത്തെ രാജ്യസഭയിൽ ചർച്ച, ഭരണഘടനയാണ് ചർച്ച. സ്വാഭാവികമായും അത് ചരിത്ര ചർച്ചയായി മാറുകയും ചെയ്യും.